വർഗീസ്, എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഈ 360 എത്തുവാൻ, 2/3 ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ? ചില ഘട്ടങ്ങളിൽ അതുപോലും വേണ്ടി വരില്ല. ഏറ്റവും ഒടുവിൽ വനിതാ സംവരണ ബിൽ ഏപ്രിലിൽ പരിഗണിച്ച സമയത്ത് 293 അല്ല 298 എംപിമാരുടെ പിന്തുണ NDAക്ക് കിട്ടിയതും ശ്രദ്ധേയമാണ്. അതായത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് പോലും 5 പേർ NDA സഖ്യത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അന്ന് ലോക്സഭയിൽ ഹാജരായിരുന്നത് 540 അംഗങ്ങളായിരുന്നില്ല, 528 ആയിരുന്നു. അപ്പോൾ അതനുസരിച്ച് 2/3 ഭൂരിപക്ഷത്തിൻ്റെ അംഗസംഖ്യയും കുറയും. അപ്പോൾ 2/3 എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ലക്ഷ്യം. അത് എത്രമാത്രം വിജയിക്കും ഇപ്പോൾ? ശ്രീ മഞ്ജുഷ്, 2/3 പ്രയാണത്തിലാണ് ഇപ്പോൾ NDA. അല്ലെങ്കിൽ ഒന്നുകിൽ NDA അല്ലെങ്കിൽ NDA എന്ന മുന്നണിയെ പുറമേ നിന്നുകൊണ്ട് സഹായിക്കുന്ന രീതിയിൽ 360 പാർലമെന്റ് അംഗങ്ങളെ ഹാജരാക്കുന്ന ലോക്സഭാ അംഗങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു തിരക്കിലാണ് ഇപ്പോൾ. ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു നിർണായക നിയമനിർമ്മാണം, അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ നിയോജക മണ്ഡലങ്ങളുടെ അതിർവരമ്പുകൾ പുനർനിർണ്ണയിക്കുക, ഡീലിമിറ്റേഷൻ. അത് വലിയൊരു എക്സസൈസ് ആണ്. അത് പൊളിറ്റിക്കൽ ഓവർച്യൂസ് ഉള്ളൊരു എക്സസൈസ് ആണ്. അതേപോലെ തന്നെ 1 നേഷൻ 1 ഇലക്ഷൻ, ഈ ഒരു കാര്യവും നടക്കണമെങ്കിൽ നിർണായകമായ ഭരണഘടനാ ഭേദഗതി വേണ്ടിവരും. സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ അത് പറ്റില്ല. പാർലമെന്റിന്റെ 2 മണ്ഡലങ്ങളിലും 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. അതിപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള നീക്കങ്ങളിലേക്ക് നടക്കുന്നത് എന്നാണ് പൊതുവെയുള്ള നിഗമനം. ഇനി നോക്കൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ മഞ്ജുഷ്, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, അതായത് 80 സാമാജികരുള്ള ഉത്തർപ്രദേശ്, 48 പേരുള്ള മഹാരാഷ്ട്ര, 42 പേരുള്ള പശ്ചിമ ബംഗാൾ, 39 എംപിമാരെ വിടുന്ന തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്കായിരുന്നു മേൽക്കൈ. അതായത് പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളാണെന്ന് ഓർക്കണം. ആ പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളിലും പ്രാദേശിക കക്ഷികൾ നിർണായകമായ ഒരു പങ്ക് വഹിച്ചു. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷികളൊക്കെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു എന്നതാണ് വാസ്തവം. ഉത്തർപ്രദേശിൽ 37 സീറ്റുള്ള സമാജ്വാദി പാർട്ടി ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയാണ്. കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞാൽ, കോൺഗ്രസ് പാർട്ടിയുടെ 99 അംഗങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് സമാജ്വാദി പാർട്ടി. അഖിലേഷ് യാദവ് നയിക്കുന്ന സമാജ്വാദി പാർട്ടി. അത് അപ്രതീക്ഷിതമായ തോൽവിയാണ് BJPക്ക് ഉത്തർപ്രദേശിൽ ലഭിച്ചത്. BJPക്ക് ആകെ 33 സീറ്റ് മാത്രമേ ഏറ്റവും വലിയ സംസ്ഥാനത്ത് ലഭിച്ചുള്ളൂ എന്നതാണ് NDAയുടെ കണക്കുകൂട്ടലുകൾ പെശകാൻ കാരണം. രണ്ടാമത്തെ വലിയ സംസ്ഥാനം മഹാരാഷ്ട്രയിൽ തികച്ചും അപ്രതീക്ഷിതമായ തോൽവിയാണ് NDAക്ക് സംഭവിച്ചത്. 40 സീറ്റുകൾ മാത്രമായി, 30 സീറ്റുകളാണ് കോൺഗ്രസിനും അതായത് ഇന്ത്യ മുന്നണിക്കും ലഭിച്ചത്. BJP അമ്പേ തകർന്നുപോയി അവിടെ. കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചു. ശിവസേന ഉദ്ധവ് താക്കറേക്ക് 9 സീറ്റും അതുപോലെ ശരത് പവാറിന്റെ കൂടെയുള്ള NCPക്ക് 8 സീറ്റും ഒക്കെ ലഭിച്ചപ്പോൾ അവിടെ നിർണായകമായ ഒരു നമ്പറിലേക്ക് ഇന്ത്യ എത്തി നിന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 22 സീറ്റുകളുമായി DMK വലിയ സാന്നിധ്യമാണ് അറിയിച്ചത്. 39 സീറ്റുകളിൽ മുഴുവൻ സീറ്റുകളും ഇന്ത്യ മുന്നണി തൂത്തുവാരിയ സംസ്ഥാനമാണ് തമിഴ്നാട്. ബംഗാളാണ് ഇന്ത്യ മുന്നണിയിലെ മൂന്നാമത്തെ വലിയ കക്ഷി. യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആണ്. അവിടെ 29 സീറ്റുകളാണ് 42-ൽ തൃണമൂൽ കോൺഗ്രസിന് മാത്രം ലഭിച്ചത്. അത് ഒരുമിച്ചല്ല മത്സരിച്ചത്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിനോട് ചേർന്നല്ല മത്സരിച്ചത് എന്നുകൂടി ഓർക്കണം. പക്ഷേ ഈ 4 സംസ്ഥാനങ്ങളിൽ 3-ലും ഇതിനകം തന്നെ ഇന്ത്യ സഖ്യത്തിൽ പിളർപ്പ് വന്നു കഴിഞ്ഞു. അതിൽ ബംഗാളിൽ 20 എംപിമാർ ഇതിനകം തന്നെ NDA പക്ഷത്തേക്ക് വരുന്നു. ഉദ്ധവ് സേനയിൽ നിന്ന് 6 പേർ NDAയിലേക്ക് ഉറപ്പിക്കുമ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായി 26 എംപിമാർ NDA സഖ്യത്തിലേക്ക് വരികയാണ്. പിന്നെ തമിഴ്നാട്ടിൽ 22 DMK എംപിമാരും ഇന്ത്യ സഖ്യവുമായുള്ള ബന്ധം വിട്ടുകഴിഞ്ഞു. സ്വാഭാവികമായിട്ടും DMKയെ ഒപ്പം കൂട്ടുവാൻ, അല്ലെങ്കിൽ DMK ഈ പ്രധാനപ്പെട്ട ബില്ലുകൾ പരിഗണിക്കുന്ന സമയത്ത് വിട്ടുനിർത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല BJPയുടെ ഭാഗത്ത് നിന്ന്. അതവിടെ നിൽക്കട്ടെ. പിന്നെ പറയുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ തന്നെ അവിടെ ഈ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയെ പിളർത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടില്ല. അവിടുത്തെ ഒരു മന്ത്രി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. അവിടെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയിൽ നിന്ന് എംപിമാർ എത്തും NDAയിലേക്ക് എന്ന്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതിയെങ്കിലും ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ ഇതിനകം തന്നെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണല്ലോ 2/3 ഭൂരിപക്ഷം എന്നുള്ള കൃത്യമായ ലക്ഷ്യമാണ് BJPക്കുള്ളത് എന്നതിൽ ഒരു സംശയവും തോന്നാത്തത്. ഇല്ല, അതാണ് ശ്രീ മഞ്ജുഷ്, ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ 4 സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കക്ഷികളെ പിളർത്തി ഒരു മേജർ ജങ്കിനെ പിളർത്തുമ്പോൾ 2/3 കൂടുതൽ എംപിമാരെ പിളർത്തിയെടുക്കണം. അത് വളരെ എളുപ്പം സാധിച്ചു. അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലാണ് പെട്ടെന്ന് മാറ്റമുണ്ടായത്. നോക്കൂ, ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. മമതാ ബാനർജിക്ക് ഉദ്ദേശിച്ച ഒരു മേൽക്കൈ അവിടെ ലഭിച്ചില്ല.
അല്ലെങ്കിൽ അത് അമ്പെ പരാജയപ്പെട്ടു. അപ്പൊ അവിടെ ജനഹിതം മമതയ്ക്ക് അനുകൂലമല്ല. ആ നിമിഷം തന്നെ മഹാഭൂരിപക്ഷം സാമാജികരും നിയമസഭാ സാമാജികരും പോലും മറുപക്ഷത്തേക്ക് വരികയാണ്. നോക്കൂ, നിയമസഭയിൽ 80 സീറ്റുകൾ ലഭിച്ചു. അതിൽ ഏതാണ്ട് 64 പേരും ഒരു പക്ഷത്തേക്ക്, മമത വിരുദ്ധ പക്ഷത്തേക്ക് മാറി. അവർ യഥാർത്ഥ തൃണമൂലാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയാണ്. അവരൊരു പ്രാദേശിക കക്ഷി എന്ന രീതിയിൽ ഒരു കക്ഷി പുതിയതായി ഉണ്ടായി വരികയാണ്. അല്ലെങ്കിൽ ത്രിപുരയിലെ ഒരു കക്ഷിയിൽ, നാഷണൽ സിറ്റിസൺസ് പാർട്ടി എന്ന കക്ഷിയിൽ ചേർന്നുകൊണ്ട് ഒരു സാന്നിധ്യം അറിയിക്കാൻ വളഞ്ഞ വഴിയെ NDA-യിലേക്ക് എത്താനുള്ള ശ്രമമാണ്. അത് വലിയ നമ്പേഴ്സാണ്. അത് മാത്രമല്ല, ലോക്സഭയിലെ മമതയുടെ കൂടെയുള്ള 29 അംഗങ്ങളിൽ 20 പേര്, 3-2 ഭൂരിപക്ഷമാണ്, 3-2 നമ്പേഴ്സാണ്. അപ്പോൾ ക്രൂർമാറ്റ നിരോധന നിയമം അവിടെ ബാധകമല്ല. അപ്പൊ മഹാരാഷ്ട്ര അവിടെ അല്ല, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ക്രൂർമാറ്റ നിരോധന നിയമം ബാധകമാകാത്ത രീതിയിലാണ്. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാന പ്രത്യേകത. ആ രീതിയിൽ തന്നെയാണ് ഈ പിളർപ്പ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പിളർപ്പ് ഉണ്ടാക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സിബി സദനി, 41 പേരുടെ പിന്തുണ കൂടി വേണം 3-2 ഭൂരിപക്ഷത്തിന് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കണക്കാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.